നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് അവയർനെസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഓട്ടിസം? നമുക്ക് നേരത്തെ തന്നെ പാരൻസിന് വീട്ടിൽ കുഞ്ഞുങ്ങളിൽ ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കുറച്ചൊരു ഓവറോൾ കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഓട്ടിസം എന്നുള്ളത് പറയാം. ഓട്ടിസം ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നതല്ല, അതൊരു അവസ്ഥയാണ്, കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഈ ഓട്ടിസം കുഞ്ഞുങ്ങൾ നമ്മൾ നോർമൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു ഡീവിയേഷൻ അല്ലെങ്കിൽ കുറച്ചൊരു വ്യത്യാസം നമുക്ക് കണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതലും നമുക്ക് ഓട്ടിസം ആൺകുട്ടികളിലാണ് നമുക്ക് പെൺകുഞ്ഞുങ്ങളെക്കാട്ടിയും ഓട്ടിസം കുഞ്ഞുങ്ങളായിട്ട് നമുക്കിവിടെ വരുന്നത്. കൂടുതലും അങ്ങനെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഏപ്രിൽ മന്ത് ഓട്ടിസം അവയർനെസ് മന്തായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. April 2 ആണ് നമ്മൾ ഓട്ടിസം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഓട്ടിസം അവയർനെസ് മന്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അവയർനെസ് മന്താണ്. അതായത് ഓട്ടിസത്തിനെ പറ്റിയിട്ടുള്ള അവയർനെസ് നമുക്ക് എല്ലാ പാരൻസിനും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടിസം നേരത്തെ തന്നെ കുഞ്ഞുങ്ങളിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഏതെങ്കിലും കാര്യത്തിൽ ഡിലേ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ കൊടുത്ത് കുഞ്ഞുങ്ങളെ നമുക്കൊരു ആ ഒരു സിവിയറിറ്റിയിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാം. ഈ സിവിയറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഓട്ടിസം സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലെവൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന DSM-5 ആണ്. അപ്പോൾ അതിൽ കുറച്ച് ലെവൽസ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ 3 ലെവലാണ് നമ്മൾ ഈ ഡയഗ്നോസ്, അതായത് സ്ക്രീനിങ് നമ്മൾ ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ. അപ്പോൾ ഇതിൽ ഈ ലെവൽ 1, 2, 3 എന്ന് ഉദ്ദേശിക്കുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആണ്. അപ്പോൾ മൈൽഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീച്ചർ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈൽഡിൽ നിന്നും സിവിയറിലേക്ക് കുഞ്ഞുങ്ങൾ എത്താണ്ട് നമുക്ക് ആ മൈൽഡ് ആ ഒരു സ്റ്റേജിൽ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് വേണ്ട സപ്പോർട്ട് കൊടുത്ത് നമുക്ക് അത് ഒരുവിധം നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. പക്ഷേ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ ഞാൻ പറഞ്ഞു അതൊരു അവസ്ഥയാണ്, അത് പൂർണ്ണമായിട്ട് കുഞ്ഞുങ്ങളിൽ മാറാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷേ നമുക്കൊരു 80% വരെയെങ്കിലും നമുക്ക് നോർമൽ കുഞ്ഞുങ്ങളെ പോലെ അവരെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇവർക്കുള്ള വേറെ പ്രത്യേകത, ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ഇതിലെല്ലാം ഒരു ബാക്ക്വേർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണെങ്കിൽ, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അച്ഛൻ, അമ്മ, ഇപ്പോൾ ആ കുഞ്ഞ് വിളിക്കും എന്നുണ്ടാവും, പക്ഷേ ആ അച്ഛനെയും അമ്മയും അവർ ഐഡൻറ്റിഫൈ ചെയ്തായിരിക്കില്ല ചില കുഞ്ഞുങ്ങൾ വിളിക്കുന്നത്. ജസ്റ്റ് ഒരു അച്ഛൻ, അമ്മ എന്നൊരു വേർഡിങ്സ് ആയിരിക്കും അവർ പറയുന്നത്. അതായത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്പീച്ചും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സ്പീച്ച് എന്ന് പറയുന്ന ചില കുഞ്ഞുങ്ങൾ 1 to 100 വരെ പറയുന്നുണ്ട്, ചില കുട്ടികൾ A to Z വരെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ അത് ഐഡൻറ്റിഫൈ ചെയ്തായിരിക്കില്ല പറ. അപ്പോൾ ഈ സ്പീച്ചും കമ്മ്യൂണിക്കേഷനും തമ്മിൽ വളരെയധികം വ്യത്യാസം കണ്ടുവരാം. ഈ സ്പീച്ചിലും കമ്മ്യൂണിക്കേഷനിലും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പുതിയൊരാളെ കാണുമ്പോഴുള്ള നമ്മളിപ്പോൾ പുതിയൊരു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പേര് ചോദിക്കും. അപ്പോൾ ആ പേര് കറക്റ്റായിട്ട് നമ്മൾ നോർമൽ കുഞ്ഞുങ്ങൾ പറയും. പക്ഷെ ഇവർ ആ പേര് അവരുടെ പേര്, സ്വന്തം പേര് തന്നെ പറയാനുള്ള ചാൻസ് കുറവായിരിക്കും. അതായത് അപ്പം നമ്മൾ 2-3 വട്ടം ആവർത്തിക്കും, പക്ഷെ അവർ കേട്ടിട്ടില്ല എന്നുള്ളതല്ല, അവർക്ക് കേൾവിയുടെ പ്രശ്നം ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇവർക്ക് ആ ഒരു കോർഡിനേഷൻ, നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനിൽ തിരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരാനുള്ള ബുദ്ധിമുട്ട് ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഇവർക്ക്
ഇമോഷണലി ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ദേഷ്യപ്പെടുന്നത്, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നോർമൽ കുഞ്ഞുങ്ങളാണ് നമ്മൾ അടുത്ത് വരികയും എന്താന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഓട്ടിസം കുഞ്ഞുങ്ങൾ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഇവർക്ക് വളരെയധികം കുറവ് തന്നെ ആയിരിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ പേര് ചോദിക്കുവാണ്, വാട്സ് യുവർ നെയിം, അല്ലെ എന്താണ് പേര് ചോദിച്ചാൽ നോർമൽ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താ പറയുക, അവരുടെ പേര്, എൻ്റെ പേര് ഇതാണ് എന്നുള്ളത് അവർ പറയും. പക്ഷേ ഓട്ടിസം കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾ പറയത്തില്ല, അവർ തിരിച്ച് റിപ്പീറ്റ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് എന്താണ് പേര് നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ച് അവർ എന്താണ് പേര് എന്നത് തിരിച്ച് നമ്മളോട് ചോദിക്കും. ഇതിനെ നമ്മൾ എക്കോലാലിയ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതും നമുക്ക് പാരൻസിൽ തന്നെ നമുക്കിത് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓട്ടിസം ആണോ കുഞ്ഞിനോ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കുറച്ച് ഫീച്ചേഴ്സ് വെച്ച്, അല്ല ഒരു 4-5 ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വരുന്ന ഐ കോണ്ടാക്റ്റ് ആണ്. അതായത് നമ്മൾ കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പോൾ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി തിരിച്ച് റിപ്ലൈ തരിക. അപ്പോൾ അതാണ് ഐ കോണ്ടാക്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ കോണ്ടാക്റ്റ് ഇവർക്ക് വളരെയധികം കുറവ് തന്നെ ആയിരിക്കും. സോഷ്യൽ സ്മൈൽ, അതായത് ഇവർ ചിരിക്കുന്നത്, ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്മൈൽ ചെയ്താൽ തിരിച്ച് ആ കുട്ടി അതേ റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ചില കുഞ്ഞുങ്ങളിൽ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ചിലവർക്ക് ചില ഫുഡ് ഇഷ്ടമായിരിക്കും, ചില ഫുഡ് ഇഷ്ടമല്ല. ചില കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഫുഡ് ഓവറായിട്ട് കഴിക്കും, ചില കുഞ്ഞുങ്ങൾ കഴിക്കില്ല. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലുള്ള ഇഷ്യൂസ് കാണാം. അതുപോലെ തന്നെ കുറച്ച് സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിക്കുവാണെങ്കിൽ അവർക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളിലോട് അവർക്ക് ഭയങ്കരമായിട്ടൊരു ഇപ്പോൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ സെയിംനെസ് ഇങ്ങനെ ഫീൽ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ ചപ്പൽ റൂമിൽ പുറത്ത് ഊരിയിട്ടു എന്ന് വെച്ചോ, അപ്പോൾ തിരിച്ചും പിറ്റേ ദിവസം അതേ സ്ഥലത്ത് തന്നെ അവർക്ക് അത് ഊരിയിടണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ആ ഒരു സേഫ്നെസ് കിട്ടാത്തപ്പോൾ ഉള്ള ഇറിറ്റേഷൻ, അതുവഴി ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെ കാണിക്കാനുള്ള ചാൻസ് കുറവാണ്. സ്പീച്ച് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 1.5 വയസ്സിൽ തന്നെ ചില കുഞ്ഞുങ്ങൾ അമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നതായിരിക്കും. ചിലവർ ആ ഒരു സ്റ്റാർട്ടിങ് പോലും, 1 വേർഡ് പോലും സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അമ്മമാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, ഓരോ മന്തിലും കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, അത് ഡെവലപ്മെന്റ്സ് എത്രയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട വളരെയധികം അത്യാവശ്യമാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് മൾട്ടി ഡിസിപ്ലിനറി ഗ്രൂപ്പ് തന്നെ നമുക്ക് ഉണ്ട് ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്നത് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, നമ്മുടെ പീഡിയാട്രീഷ്യൻ, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഇവരിൽ നിന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ, ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങൾ പാരൻസിന് പറഞ്ഞു കൊടുക്കുകയും അവർ വീട്ടിൽ പോയി കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടിസം കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെ നമുക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.